ഏ എന്താ റമയ സാധാ റാംബോ എന്താ എന്താ സംഭവം? എന്താ കാര്യം പറ, എന്ത് പറ്റി? ഏ എടാ ഇത് ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം ലൈവ് തുടങ്ങിയതാ. കുറെ നാൾ വയ്യായിരുന്നു, ആശുപത്രിയിലായിരുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാരും ഷൂട്ടിന് പോയി. ഈ വീട് ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞ്, ഇത്രയും നാള് ലൈവ് ചെയ്ത ഈ വീടൊക്കെ ഇനി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനി വീട്ടിൽ നിന്ന് മാറും. ഈ വീട് ഒഴിയാണ്, മനസ്സിലായ? എല്ലാരും പോയി. എല്ലാരും ഷൂട്ടിന്റെ കാര്യത്തിനായിട്ട് പോയി. നിയാദ് ഷൂട്ടിന് പോയി. ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനാ. അതല്ലേ പറഞ്ഞ, തൊപ്പിയില്ല, അവൻ ഷൂട്ടിന് പോയി. ആരുമില്ല. ഈ വീടും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വീട് ഒഴിഞ്ഞ് പോണം, അടുത്ത സ്ഥലത്തോട്ട് ചേക്കേറണം. എടാ തുടങ്ങിയതുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്ന് പറയാതെ കേട്ടാ. സിറ്റി കയറാ. ഇന്ന് കൺസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഷേക്ക് വിളിച്ചിട്ട് ഇന്ന് കൺസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് സിറ്റി കയറാം. വെയിറ്റ് ആക്ക്. എന്തിനാ നിന്റെ അടുത്തൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കും? എന്തിനാ ഈ ചുമ്മാ ഓരോ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് അടിയുണ്ടാക്കിയൊക്കെ നടക്കണം? എന്തിനാ? എനിക്കറിഞ്ഞൂടാ. ഗൈസ് സ്റ്റോപ്പ്. വെയിറ്റ് ആക്ക്. ഇറങ്ങ. വെയിറ്റ് ആക്ക്. ഷമീറിന്റെ വീട്ടിലാണോ? ഷമീർ കണ്ണൂരാ. ഷമീർ ഇവിടെ ഇല്ല. ഷമീർ കണ്ണൂരാ. ഓ ഗ്രീൻ സ്ക്രീൻ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇതില് ഒരു ചെറിയൊരിതുണ്ട്. ഹലോ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഈ ഗ്രീൻ സ്ക്രീനിന്റെ ഇതെങ്ങനെയാ പോണ? ഇല്ല, ഗ്രീൻ സ്ക്രീൻ ഇട്ട്. അതെ. ഞെക്കി. ഇത് ഞെക്കിയിട്ട് റൈറ്റോ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോഴ്സ് കണ്ടില്ല. അതന്നെ എന്നെ കാണിക്കുന്ന സ്ക്രീനല്ലേ? ക്ലോസ്, അത് മാത്രമേ ഉള്ളൂ.
മൊത്തം ചാറ്റ് മൊത്തം മാറിയില്ല. മൊത്തം തൊപ്പി 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 തൊപ്പി. ഷൂട്ടൊക്കെ അതിന് വരുവാടാ. ചാറ്റ് മൊത്തം ഒരു പടപ്പ്. ആ സിറ്റി കയറാം സിറ്റി കയറാം സിറ്റി കയറാം സിറ്റി കയറാം സിറ്റി കയറാം. ഹലോ ഹലോ കേക്കാമോ? എവിടെയുള്ള ഗ്യാങ് ഹൗസാ? എടാ എന്നെ ആരെങ്കിലും ഒരാൾ പിക്ക് ചെയ്യാൻ വരുമോ? ഞാൻ ഹോസ്പിറ്റല്. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ ഹോസ്പിറ്റല് ഹോസ്പിറ്റല്. ആരെങ്കിലും പെട്ടെന്ന് വാ. പിന്നെ ഗ്യാങ് ഡ്രസ് ഇടിപ്പിക്കണ കല്യാണത്തിന് പോണോ? ഹലോ ബ്രോ ഹലോ ഹലോ കേക്കാമോ? എവിടെ പോണേ? അല്ല വെറുതെ ചോദിച്ചോ. കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഇല്ല വണ്ടി വന്നു വണ്ടി ആ. ഇതെന്താ കൺസൈൻമെന്റ് ഇല്ലേ? ഷേക്ക് എവിടെ? ഷേക്ക് വന്നില്ലേ? എവിടെ ഡ്രസ് ഷോപ്പ് എവിടെ? മച്ചാ വെടിച്ചില്ല മിന്നലടി മിന്നലടി. ആ പറ നമ്പർ. ഇതെന്തിനാ ചുമ്മാ നിങ്ങൾ ഈ കിരീടമൊക്കെ സ്പാം ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടെ ഇല്ലാത്തൊരു വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റണ. എത്രയാടാ? 13-26 അകത്തുള്ള മറ്റേത് മാറ്റി. അത് ഭയങ്കര വൈറ്റാണ്. അതെങ്ങനെ വേണ്ട? അത് അണ്ടർ ഷർട്ടില് മാറ്റിയാൽ അതിന്റെ താഴത്തെ സാധനം. അണ്ടർ ഷർട്ടിൽ എത്രയാ? ഏതെങ്കിലും ഒന്ന് മാറ്റി വെക്കേ. എടാ എന്തിനാ നിങ്ങള്? വേറെ ഒന്നും വേണ്ട, നമ്മള് സിറ്റി വന്ന് മനസ്സിലായ. ഇത്രയും നാള് നമ്മളെ കുണച്ചവന്മാരെയും പറഞ്ഞവന്മാർക്കൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സിറ്റിയിൽ കൊടുക്കാനുണ്ട്, മനസ്സിലായ? നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാം. അല്ല നമ്മൾ ഈ ചാറ്റിനെ നോക്കിയിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്ന് സ്പാം ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടാമത്തെ. ഇതൊക്കെ വിട് നിങ്ങള്. എന്തിനാ? കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അത്ര തന്നെ. ഇതില് അണ്ടർ ഷർട്ടില് അണ്ടർ ഷർട്ട് എവിടെയാടാ? ഷർട്ടിലാ? മതിയോ? ഇതില് വേറെ നോക്കിയേ. ഇതൊന്നും ഇല്ലാതിരിക്കുക എന്താ? പൂജ്യം ഒന്നും ഇല്ലാതെ വരുമോ? 0 എത്ര? ആ പറഞ്ഞില്ലല്ലോ, ഡ്രസ് തന്നെ വന്നോണ്ടിരിക്കുന്നു.
എന്തുവാണ് സൗണ്ട് കുറവാ, നിന്റെ സൗണ്ട് കുറവാ. 15 ഷർട്ട് ഹാൻഡ്സ് മാറ്റ്. ഷർട്ട് 15 ഇട്ടിട്ട് ഹാൻഡ്സ് മാറ്റിയത്. മാറി നീ ഫ്രണ്ടിൽ ഓക്കേടാ, ഓക്കെ. ഫ്രണ്ടി എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓക്കെയാ? ഹാൻഡ്സ് നെഞ്ചിൽ മാറുന്നുണ്ടോ നോക്കി. ആ മാറിയില്ലേ? ആ മാറി മാറി മാറി. ഓക്കെ അല്ലേ? എടാ ഒരു ബാഗി പാൻറ് പറഞ്ഞു തന്ന പാൻറ്. പാൻറ്റൊക്കെ അല്ലേ? എടാ ഫ്രണ്ടിൽ നിന്ന് മാറിയുള്ള കണ്ടു. എന്താ പാൻറ്? എല്ലാരും ഗ്യാങ് ഹൗസിലുണ്ടോ? ഉള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടാ മുത്ത ഐഡി ഫാൻസ് ഒന്നും ഇതിൽ വന്ന് പറയാം. നിങ്ങൾ എന്തിനാ ഈ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്താ നമുക്ക് RP കണ്ടിന്യൂ ചെയ്യാടാ. നമുക്ക് ഇനിയാണ് നമുക്ക് കിടിലേക്കുള്ള RP കണ്ടിന്യൂ നല്ല രീതിയിൽ പോവാം. നിങ്ങളത് മനസ്സിലാക്കുക. അല്ലാതെ ഇതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് പരിപാടി ഉണ്ട്, കൺസൈൻമെന്റ് ഉണ്ട്, ഗ്യാങ് ഹൗസിൽ പോവാം. കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന് ചില്ലാവും മുത്തേ കുറച്ചു നേരത്തേക്ക്. നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കണ്ടേ? നമ്മളെ കളിയാക്കിയവര്, നമ്മളെ പറഞ്ഞവര്, നമ്മളെ ചീത്ത വിളിച്ചവര്, നമ്മളെ ആട്ടി ഇവിടെ നിന്ന് വിട്ടവന്മാരും, ഇവിടെ നമുക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു, അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലേ? അവർക്കൊക്കെ ഉള്ള മറുപടി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൊടുക്കണ്ടേ? ഇതൊരു സ്റ്റാർട്ടിങ് അല്ലേ? നിങ്ങൾ മനസ്സിലാക്ക്. നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോവാം. പറയണ നിങ്ങൾ കേക്ക്. അതുകൊണ്ട് ചില്ലായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ഗ്യാങ് നമുക്ക് വളർത്തിക്കൊണ്ട് കൊണ്ടുവരാ. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. ഗ്യാങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിനുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്ന, MRC ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലായോ? RP യിൽ MRC ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്യാങ്ങിന്റെ ഇതിനു വേണ്ടി നോക്കണം. അല്ല നമ്മൾ അങ്ങോട്ട്